ദൂരദർശൻ കേന്ദ്രം, തിരുവനന്തപുരം. ബദിരക്കുള്ള വാർത്തകൾ വായിക്കുന്നത് കാലടി ഗോപി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇറ്റാലിയൻ നാവികരെ മടക്കി അയക്കണമെന്ന് ഇറ്റലിയോട് ആവശ്യപ്പെട്ടു. സുപ്രസിദ്ധ സിനിമാ താരം ഷക്കീലയെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഹനുമാൻ കുന്നിൽ ഇന്നലെ 3 വട്ടം അതിശക്തിയായി കാറ്റടിച്ചു. പെൺവാണിഭ കേസിൽ പല പ്രമുഖരുടെയും കറുത്ത കരങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നു. ഇന്നലെ നടന്ന വള്ളംകളി മത്സരത്തിൽ കാവാലം ചുണ്ടൻ 1ാം സ്ഥാനം നേടി. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മലമ്പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയിലുണ്ടാക്കിയ മുങ്ങിക്കപ്പൽ മുങ്ങിയിട്ട് ഇതുവരെയും പൊങ്ങിയില്ല. കാശ്മീരിൽ ഭൂഗർഭം, ഛർദി, വയറിളക്കം എന്നിവ പടർന്നു പിടിച്ചു. ചട്ടമ്പിസ്വാമികളുടെ സമാധി ദിനത്തോടനുബന്ധിച്ച് എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരള നിയമസഭയിൽ MLA-മാർ കാലുമാറ്റവും ഇറങ്ങിപ്പോക്കും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് PC ജോർജ് കേരളീയർക്ക് വിഷു ആശംസകൾ നേർന്നു. ഇദ്ദേഹത്തിന്റെ ഈ പദപ്രയോഗങ്ങൾ ന്യൂ ജനറേഷൻ സിനിമയായി പുറത്തുവരും. ഇന്നലെ കണ്ണൂരിൽ വെച്ച് നടന്ന ബാസ്കറ്റ്ബോൾ മത്സരം മന്ത്രി PPK ബാവ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരൻ നെഞ്ചത്തടി ഗോപി തൂങ്ങി മരിച്ചു. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ, പ്രശസ്ത പിന്നണി ഗായിക പ്രീവി ടോമിയെ സ്റ്റേജിൽ വെച്ച് എടുത്തുപൊക്കി. ഇനിയൊരിക്കലും ഗായികമാരെ പൊക്കില്ലെന്ന് ഷാരൂഖ് ഖാൻ പ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ 3 മുക്കൽ ജംഗ്ഷനിൽ ആഞ്ഞടിച്ച് സംസാരിച്ചു. പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾ അഴിഞ്ഞാട്ടം തുടരുന്നു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.